കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാം ദൈവസഭയ്ക്ക് കർത്താവ് നൽകിയ ദൂതുകളെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് ലവോദിക്ക സഭയെക്കുറിച്ചുള്ള ദൂതുകൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ ആ ഭാഗം അവസാനിച്ച് പിന്നീടുള്ള ഭാഗങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 14 തൊട്ട് 22 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ പ്രാരംഭമായി തിരിക്കാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 14 തൊട്ടുള്ള വാക്യം. ലവോദിക്കയിലെ സഭയുടെ ദൂതൻ എഴുതുക: വിശ്വസ്തനും സത്യവാനുമായി സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവനാകിയാൽ നിന്നെ എന്റെ വായിൽ നിന്ന് ഉമിണ്ടുകളയും. ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്നറിയാതിരിക്കുക. നീ സമ്പന്നനാകേണ്ടതിന് തീയിലൂതി കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിലിരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ചു എന്റെ പിതാവിനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നതുപോലെ തന്നെ ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. സഭകൾക്ക് നൽകിയ ദൂതിലെ അവസാനത്തെ ദൂതാണ് ലവോദിക്ക സഭയ്ക്കുള്ള ദൂത്. നമ്മൾ സൂക്ഷ്മ പഠനം നടത്തുമ്പോൾ അവസാനം നൽകിയിരിക്കുന്ന 4 ദൂതുകളിലെ സ്വഭാവവിശേഷമുള്ള സഭ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവ് വരെയും ഈ ഭൂമിയിൽ നിലനിൽക്കും എന്നുള്ളത് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. ആദ്യത്തെ 3 സഭയുടെ പരാജയം പരിഹരിക്കപ്പെടാതെ വന്നപ്പോൾ 4ാമത്തെ സഭയിലേക്ക് അത് കടന്നു വരികയായിരുന്നു. അവിടെ നിന്നുള്ള 4 സഭകള് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ യേശുക്രിസ്തുവിന്റെ വരവ് വരെ നിലനിൽക്കും എന്ന് കാണാൻ സാധിക്കും. മറ്റു വിധത്തിൽ ചിന്തിച്ചാൽ അവസാനത്തെ 4 സഭകൾക്ക് എഴുതിയ ദൂതന്റെ സ്വഭാവമുള്ള സഭകള് കൺകറന്റ് ഒരുപോലെ ഒരേ സമയത്ത് ഈ ലോകത്തിൽ കാണപ്പെടുന്ന സഭകളാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. നമ്മൾ പഠിച്ചപ്പോൾ അത് കണ്ടു. ത്വയഥൈര സഭയ്ക്കുള്ള ദൂത് 2-ാം അധ്യായത്തിന്റെ 18 തൊട്ടുള്ള വാക്യങ്ങളിൽ കാണുന്ന ത്വയഥൈര സഭയുടെ ദൂത് വാസ്തവത്തിൽ റോമൻ കത്തോലിസിസവും ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ചിന്റെയും പ്രധാനപ്പെട്ട സ്വഭാവങ്ങളെ വരച്ചു കാണിക്കുന്നുവെന്ന് പ്രവചനാത്മാവിൽ നമ്മളത് യേശുക്രിസ്തു പറഞ്ഞത് ശ്രദ്ധിക്കുകയുണ്ടായി. അതിന്റെ ശേഷം കടന്നു വന്ന സർദി സഭ 3-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യം തുടങ്ങി പ്രൊട്ടസ്റ്റന്റ് ഡിനോമിനേഷൻ, അതായത് പ്രൊട്ടസ്റ്റന്റ് സഭാവിഭാഗങ്ങളുടെ പൊതുവിലുള്ള സ്വഭാവത്തെയാണ് സർദി സഭ കാണിക്കുന്നതെന്നുള്ളത് ശ്രദ്ധിക്കുകയുണ്ടായി. 7-ാമത്തെ വാക്യം തുടങ്ങി ഫിലദൽഫിയ സഭയ്ക്കുള്ള ദൂത്. ഫിലദൽഫിയ സഭയുടെ ദൂത് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ തിരുവചനത്തിന് പ്രാധാന്യം കൊടുത്ത് സുവിശേഷ സാക്ഷ്യങ്ങൾക്ക് വേണ്ടി നിലനിന്ന സഭയുടെ സ്വഭാവമാണ് എന്നുള്ളത് കാണാൻ സാധിക്കും. 4ാമത്തേതും ഈ ഭാഗത്തിൽ 4ാമത്തേതും അവസാനത്തേതുമായി നൽകപ്പെട്ട ദൂത് ലവോദിക്ക സഭയ്ക്കുള്ള ദൂതാണ്. ഈ ലവോദിക്ക സഭയുടെ ദൂത് ഏത് സഭകൾക്കാണ്? നമ്മൾ ഓർത്തു, ത്വയഥൈര സഭ കാത്തലിസിസവും ഓർത്തഡോക്സ് ചർച്ചസിനെയും കാണിക്കുമ്പോൾ, സർദി സഭ പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പുകളെ കാണിക്കുമ്പോൾ, ഫിലദൽഫിയ സഭ തിരുവചനത്തിലേക്ക് മടങ്ങി വന്ന സുവിശേഷ സാക്ഷ്യങ്ങളെ വഹിച്ച സഭയായിരുന്നപ്പോൾ, ലവോദിക്ക സഭ ഏത് സഭയാണ് കാണിക്കുന്നതെന്നുള്ളത് ഒരു ചിന്തനീയമായ ശ്രദ്ധേയമായ ഒരു പഠന വിഷയമാണ്. നമ്മൾ വീണ്ടും തിരുവചനത്തെ ശ്രദ്ധിച്ചപ്പോൾ കാണാൻ സാധിച്ചു, പെർഗമോസിൽ നിന്നാണ് ത്വയഥൈര ഉടലെടുത്തത്, ത്വയഥൈരയിൽ നിന്നാണ് സർദീസ് ഉടലെടുത്തത്, സർദീസിൽ നിന്നാണ് ഫിലദൽഫിയ ഉടലെടുത്തത്. ലവോദിക്ക ഫിലദൽഫിയയിൽ നിന്ന് ഉടലെടുത്ത സഭയാണ്. നമ്മളത് മുമ്പ് വിശദമായി പഠിച്ചിട്ടുണ്ട്. ഫിലദൽഫിയ സഭയ്ക്ക് മാത്രമേ ലവോദിക്ക സഭയുടെ ആ ഒരു സ്ഥിതിയിലേക്ക് താഴുവാനായിട്ട് സാധിക്കുകയുള്ളൂ. മറ്റു വിധത്തിൽ പറഞ്ഞാൽ ദൈവിക വചനങ്ങൾ ലഭിച്ച സുവിശേഷ
സാക്ഷ്യങ്ങൾക്ക് വേണ്ടി നിലനിന്ന സഭയാണ് ഈ ലവുദിക്യ സഭയുടെ ദൂത് നൽകപ്പെട്ട സ്വഭാവ വൈശിഷ്ട്യമുള്ള സഭയായി മാറിയെന്നുള്ളത് ഓർക്കുമ്പോൾ ഭയത്തോടെ മാത്രമേ നമുക്ക് ആ ദൂത് ശ്രദ്ധിപ്പാനായിട്ട് കഴിയുള്ളൂ. ഈ 4 സഭകൾ ഒന്നൊന്നിൽ നിന്ന് ആവിർഭവിച്ചു വന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഫിലദൽഫിയയിൽ നിന്നാണ് ലവുദിക്യ ഉടലെടുത്തെന്നുള്ള ശ്രദ്ധിക്കുക. ത്വയഥൈര സഭയ്ക്ക് ലവുദിക്കയായി തീരുവാൻ കഴിയില്ല. സർദി സഭകൾക്കും ലവുദിക്കയായി തീരുവാൻ കഴിയില്ല. ഫിലദൽഫിയ സഭയ്ക്ക് മാത്രമേ ലവുദിക്യ കാലയളവിലേക്ക് താഴുവാനായിട്ട്, ആ വിധത്തിലേക്ക് ആയിത്തീരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എങ്കിലും ഈ കാലഘട്ടങ്ങളിൽ ഫിലദൽഫിയ സഭയോട് കർത്താവ് പറഞ്ഞ ദൂതിൽ നിന്ന് കാണുവാൻ കഴിയുന്നത്, വിശ്വസ്തരായ ഒരു കൂട്ടം ആളുകളോട് ഞാൻ വരുന്നതുവരെ നിനക്കുള്ളത് പിടിച്ചുകൊള്ളുവാനായിട്ട് കർത്താവ് ആവശ്യപ്പെടും. അപ്പോൾ അത് പിടിച്ചുകൊള്ളുന്ന ഒരു കൂട്ടം ആളുകളെ അവിടെ കാണാനായിട്ട് സാധിക്കുമെന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. ഇനി നമുക്ക് മറ്റൊരു കാര്യം അവിടെ ശ്രദ്ധിക്കാം. യേശുക്രിസ്തുവിന്റെ വരവ് വരെ അവസാനത്തെ 4 സഭകൾ ഉണ്ടെന്നുള്ളതിന്റെ തെളിവുകളും കർത്താവിന്റെ മടങ്ങിവരവിനെ കുറിച്ചും അവരോട് പറയുമ്പോൾ, യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിനെ കുറിച്ചല്ല, ന്യായവിധിയെക്കുറിച്ചാണ് ലവുദിക്യ സഭയോട് പറയുന്നത്. നോക്കിയാൽ ത്വയഥൈര സഭ നമ്മൾ ഓർത്തു, കാത്തോലിസിസം, ഓർത്തഡോക്സ്, ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ചസ്, ഈ വിധത്തിലുള്ള സഭകളോട് സംസാരിക്കുന്ന ദൂതാണ് ത്വയഥൈര സഭയ്ക്ക് നൽകപ്പെട്ട ദൂത്. ആ ത്വയഥൈര സഭയ്ക്ക് നൽകപ്പെട്ട ദൂതില് 25-ാം വാക്യത്തിൽ, എങ്കിലും നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുവീൻ. യേശുക്രിസ്തു വരുന്നതുവരെ ഈ ഉപദേശങ്ങളെ പിടിക്കാതെ കർത്താവിനോട് ആ വിശ്വസ്തത പുലർത്തുന്ന ഒരു ചെറിയ സമൂഹം, ശേഷം പേര് എന്ന് പറയുന്ന ഒരു കൂട്ടമാണ് ദ റെമനന്റ്. ആ 24-ാം വാക്യത്തില് 2:24 ഒരു റെമനന്റിനെ, ഒരു ശേഷിപ്പിനെ കാണിക്കുന്നു. അവരോട് കർത്താവ് പറയുന്നു, ഞാൻ വരുന്നതുവരെ അത് പിടിച്ചുകൊള്ളുവാൻ. 22-ാം വാക്യത്തില് ആ സഭയിലുള്ള ഏറിയ പങ്ക് ആളുകളെയും ഞാൻ വലിയ കഷ്ടതയിലാക്കിക്കളയും എന്ന് 22-ാം വാക്യത്തിൽ വായിക്കുന്നു. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായി അവിടെ ഗ്രഹിപ്പാൻ കഴിയുന്നു, യേശുക്രിസ്തുവിന്റെ 2ാം വരവ് വരെ ഉണ്ടായിരിക്കും. ഇവരിൽ ഒരു ചെറിയ ശേഷിപ്പ് വിശ്വസ്തയോടെ കർത്താവിനുള്ളത് പിടിച്ചുകൊള്ളുമ്പോൾ ഏറിയ പങ്കും വലിയ കഷ്ടതയിലേക്ക് കൈവിടപ്പെടുന്ന സഭയായിരിക്കും. ഇതിന്റെ ക്ലൈമാക്സ് ആണ്, പൂർത്തീകരണമാണ് നമ്മൾ നേരത്തെ ചിന്തിച്ച പോലെ വെളിപാട് ദിവസം 17-ാം അധ്യായത്തിൽ മർമ്മമഹ്രിയാം ബാബിലോൺ എന്ന് പറഞ്ഞുകൊണ്ട് കാണപ്പെടുന്ന ദൂതുകള്. അത് കർത്താവ് അനുവദിച്ചാൽ പിന്നീട് നമുക്ക് ശ്രദ്ധിക്കാം. എന്നാൽ സർദി സഭ, പ്രൊട്ടസ്റ്റന്റ് സഭകളോട് പറയുന്ന ആ ദൂതിൽ 3-ാം വാക്യം നോക്കുക. 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം അവിടെ വായിക്കുന്നുണ്ട്. അവിടെ പറയുന്ന കർത്താവ്, ഞാൻ കള്ളനെ പോലെ വരും, നീ ഉണരാതിരുന്നാൽ കള്ളനെ പോലെ വരും. നമ്മൾ തെസ്സലോനിക്ക ലേഖനത്തിൽ വളരെ വ്യക്തമായി വായിക്കുന്നുണ്ട്, കർത്താവിന്റെ നാൾ കള്ളൻ എന്ന പോലെ വരും. എന്നാൽ സഹോദരന്മാരെ, നിങ്ങൾക്ക് ആ നാൾ കള്ളൻ എന്ന പോലെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം, വേണമെങ്കിൽ ആ വാക്യം നമുക്കൊന്ന് ശ്രദ്ധിച്ചിട്ട് കടന്നു പോകാം. ദൈവജനത്തെ സംബന്ധിച്ച് യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവ് പൗലോസോട് രേഖപ്പെടുത്തുമ്പോൾ വളരെ വ്യക്തമായി പറയുന്നത് 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം സമയങ്ങളെയും കാലങ്ങളെയും കുറിച്ചാണ് പറയുന്നത്. സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങൾക്ക് എഴുതിയറിയിപ്പാൻ ആവശ്യമില്ല, കള്ളൻ രാത്രി വരുമ്പോലെ കർത്താവിന്റെ നാൾ വരുന്നു. 4-ാം വാക്യം, എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളനെന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല. യേശുക്രിസ്തുവിന്റെ വരവ് കള്ളനെ പോലെ സംഭവിക്കുന്നത് ഇരുട്ടിലുള്ളവർക്കാണ്. അവന്റെ നാൾ കള്ളനെ പോലെ വരും, എന്നാൽ അത് ഇരുട്ടിലുള്ളവർക്ക്. നിങ്ങൾക്കത് കള്ളനെ പോലെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല. അതുകൊണ്ട് കർത്താവ് ആവശ്യപ്പെടുന്നു 6-ാം വാക്യത്തിൽ, ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധമായിരിക്കുക. We should be watchful and we should be sober. ഈ സഭയോട്, സർദി സഭയോട്, ഞാൻ കള്ളനെ പോലെ വരും, ഞാൻ ഏത് നാഴികയിൽ നിന്റെ മേൽ വരുന്നത് നീ അറിയില്ലെന്ന് പറയുമ്പോൾ, ഈ പ്രൊട്ടസ്റ്റന്റ്സ് ഗ്രൂപ്പിലുള്ള ഏറിയ പങ്കും ഇരുട്ടിൽ കഴിയുന്നവരാണ്, അവർ രക്ഷിക്കപ്പെടാത്തവരാണ്. അതുകൊണ്ടാണ് അവരോട് പറഞ്ഞത്, ഞാൻ കള്ളനെ പോലെ വരും, ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരുമെന്ന് നീ അറിയുകയുമില്ല. അപ്പോൾ ആ സർദി സഭ, പ്രൊട്ടസ്റ്റന്റ് സഭാ ഗ്രൂപ്പുകള്, നാമധേയ ക്രൈസ്തവര് യേശുക്രിസ്തുവിന്റെ വരവരെ, കർത്താവിന്റെ മധ്യാകാശ വരവിൽ അവർ മനസ്സിലാക്കാതെ ആ സംഭവം നടക്കും എന്നവിടെ സൂചനയുണ്ട്. എന്നാൽ ഫിലദൽഫിയ സഭയോടുള്ള ദൂത് പറഞ്ഞപ്പോൾ അവിടെ കർത്താവ് പറഞ്ഞത് 11-ാം വാക്യം, ഞാൻ വേഗം വരുന്നു. Behold, I come quickly. 10-ാം വാക്യത്തില്, ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടെന്ന് ഭൂതലത്തിൽ എങ്ങും വരുന്ന പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ കാക്കും, ഞാൻ വേഗം വരുന്നു. ആ സഭയോട് കർത്താവിന്റെ മടങ്ങി വരവിനെ കുറിച്ച്
വെളിപ്പെടുത്തിക്കൊണ്ടാണ് ദൂത് നൽകുന്നത്. അതും കർത്താവിന്റെ വരവ് വരെ ആ സഭ ഉണ്ടായിരിക്കും. എന്നാൽ ലവുദിക്യ സഭയെക്കുറിച്ച് നോക്കുമ്പോൾ അതിന്റെ 16-ാം വാക്യം നോക്കിയാൽ ഇങ്ങനെ ശീതമാനുമല്ല ഉഷ്ണമാനുമല്ല ശീതോഷ്ണവനാകിയാൽ നിന്നെ എന്റെ വായിൽ നിന്ന് ഉമിണ്ണു കളയും. വാസ്തവത്തിൽ അത് ന്യായവിധിയാണ് കാണിക്കുന്നത്. ഐ വിൽ സ്പ്യൂ ദി ഔട്ട് ഓഫ് മൈ മൗത്ത്. മെജോറിറ്റി ഈ കാലയളവിൽ വസിക്കുന്ന ഏറിയ പങ്ക് ആളുകളെയും കർത്താവ് തുപ്പിക്കളയും, ഉപേക്ഷിച്ചു കളയും എന്ന് പറയുകയാണ്. ഇവിടെ കർത്താവ് വ്യക്തികളോട് ഇടപെടുകയാണ്. അവരോട് പറയുന്നു, നിങ്ങളെ ഉഷ്ണവാനും ശീതവാനുമല്ലാതെ കഴിയുന്നത് കൊണ്ട് ഞാൻ നിങ്ങളെ തുപ്പികളയും ഉമിണുകളയും. കർത്താവ് തന്റെ ജനത്തെ എടുത്തുകൊള്ളുമ്പോൾ അവരെ ഉപേക്ഷിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അവിടും ഒരു കാര്യം വ്യക്തമാണ്, യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവിൽ യഥാർത്ഥ സഭ എടുത്തുകൊള്ളപ്പെടുമ്പോൾ ഈ ശീതവാനും ഉഷ്ണവാനുമല്ലാതെ കിടക്കുന്നവരെ വാസ്തവത്തിൽ കൈവിടപ്പെടും എന്നുള്ളത് പറയുന്നു. എന്തുകൊണ്ടാണ് സഭ ഈ വിധത്തിൽ ശീതവാന്മാരും ഉഷ്ണവാന്മാരുമായി തീർന്നതെന്ന് വേദപണ്ഡിതന്മാരുടെ ഇടയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളും ആലോചനകളും വായിപ്പാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എന്നാൽ അവരിലെ പ്രധാനപ്പെട്ടവർ ചൂണ്ടിക്കാണിക്കുന്നു, ഉഷ്ണവാന്മാർ എന്ന് പറയുന്നത് കർത്താവ് ചൂണ്ടിക്കാണിക്കുന്നത് രക്ഷിക്കപ്പെട്ട വിശ്വാസികളെ കുറിച്ചാണ്. ശീതവാൻ എന്ന് പറയുന്നത് അവർ അവിശ്വാസികളാണെന്ന്. അവിശ്വാസികൾ ദൈവസഭയിലെ വാസ്തവത്തിൽ അവർ ഉപദേശത്തെ കാത്തുസൂക്ഷിക്കാതെ, അതിന്റെ വാതിലുകളെ കാത്തുസൂക്ഷിക്കാതെ ഇരുന്നതിന്റെ ഫലമായി അത് റിലാക്സേഷൻ, കുറച്ചുകൂടെ അയഞ്ഞു പോകുന്ന ഒരു സ്ഥിതിയിൽ സഭ മുന്നോട്ട് പോയപ്പോൾ, ഉപദേശത്തിനും മറ്റും പ്രാധാന്യത കൊടുക്കാതെ വന്നപ്പോൾ ഈ സഭയിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, കാലത്തിന്റെ അന്ത്യത്തിൽ സഭയിൽ രക്ഷിക്കപ്പെടാത്തവരും സഭയിൽ കടന്നു വരാൻ തുടങ്ങി. യഥാർത്ഥ സഭയിൽ ഈ വിധത്തിൽ രക്ഷിക്കപ്പെടാത്തവരും രക്ഷിക്കപ്പെട്ടവരും കൂടെ ഇടകലർന്നപ്പോൾ അതൊരു ശീതോഷ്ണാവസ്ഥയിലായി മാറി. ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ നാം വായിക്കുന്നുണ്ട്, അവരിൽ ഒരു ബലഹീനനുമില്ലായിരുന്നു. എന്നാൽ അല്പം കഴിഞ്ഞപ്പോൾ തിരുവചനത്തിൽ വായിക്കുന്നു, അവരിൽ ബലഹീനരായവരെ അമല്യക്കർ പുറകിൽ നിന്ന് വെട്ടിവീഴ്ത്തുന്നതായിട്ട് വായിക്കുന്നു. എവിടെയാണ് അവരിൽ ബലഹീനർ കടന്നു വന്നത്? സമ്മിശ്ര ജാതി, അവർ ദുരാഗ്രഹികളായി. വചനത്തിൽ വായിക്കുന്നു, സമ്മിശ്ര ജാതി ദുരാഗ്രഹികളായി അവർ മിസ്രൈമിലെ ഭക്ഷണത്തിനു വേണ്ടി കൊതിച്ചപ്പോൾ, കരഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി, ഇസ്രായേൽ മക്കൾ വീണ്ടും കരഞ്ഞു. ഇസ്രായേൽ മക്കൾ വീണ്ടും കരഞ്ഞു, അവരോട് ചേർന്ന് കരയുകയായിരുന്നു. നോക്കുക, ആ ശക്തന്മാരായി പുറപ്പെട്ടു വന്ന ബലഹീനത ഇല്ലാതിരുന്ന ആ ഇസ്രായേൽ മക്കളെ ബലഹീനതയാക്കി മാറ്റിയത് വാസ്തവത്തിൽ അവരോടുകൂടെ പുറപ്പെട്ടു വന്ന സമ്മിശ്ര ജാതിയായിരുന്നു. ദൈവസഭയിൽ വാസ്തവത്തിൽ പരാജയങ്ങൾ സംഭവിച്ചിരിക്കുന്നതിന്റെ ഒരു കാരണം ദൈവദാസന്മാർ ചൂണ്ടിക്കാണിക്കുന്നത്, സഭ അതിന്റെ വാതിൽ കാത്തു സൂക്ഷിക്കാഞ്ഞതിന്റെ ഫലമായി, സഭ അയഞ്ഞുകൊടുത്തതിന്റെ ഫലമായി, ബാഹ്യമായ ലക്ഷണങ്ങളൊക്കെ ആ വിധത്തിൽ കാണിച്ചുകൊണ്ട് സഭയുടെ അകത്ത് കടന്നു വന്ന് രക്ഷിക്കപ്പെടാത്തവർ കൂടെ കലർന്നു വന്നപ്പോൾ ശീതവാനും ഉഷ്ണവാനും കൂടെ ചേർന്നിട്ട് ദൈവസഭ ശീതോഷ്ണവാനായി മാറിയെന്ന് പറയുന്ന ദൈവദാസന്മാരുണ്ട്. എന്നാൽ ഇത് ശ്രദ്ധിച്ചപ്പോൾ എനിക്കിതുള്ള ബന്ധത്തിൽ ഒരു കാര്യം കൂടെ ചൂണ്ടിക്കാണിക്കണമെന്ന് തോന്നി. ഈ ലവുദിക്യ സഭയുടെ ചരിത്രം നമ്മളൊന്ന് ഇറങ്ങി നോക്കിയാൽ നമുക്കൊരു നിമിഷം അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായം ഒന്നെടുക്കാം. അവിടെ നമ്മൾ എടുക്കുമ്പോൾ ഇതുള്ള ബന്ധത്തിൽ ഈ സഭ ശീതോഷ്ണവാനായി മാറിയതിന്റെ കാരണം നമുക്ക് കണ്ടുപിടിക്കാൻ ഒരു വിധത്തിൽ സാധിക്കും എന്നുള്ളത് ശ്രദ്ധേയമായിരിക്കുന്നു. 19-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലെ സഭയുടെ രൂപാന്തരം എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് കാണുന്നുണ്ട്. 2 സംവത്സരത്തോളം പൗലോസ് എഫെസോസിൽ പാർത്തുകൊണ്ട് പ്രവർത്തിച്ചിരുന്ന സന്ദർഭത്തില് എപ്പഫ്രാസ് മൂലം ഈ ലൈക്യസ് നദീതീരത്തിൽ അനേക യഹൂദന്മാർ തിങ്ങിപ്പാർത്ത ഇടങ്ങളിൽ സുവിശേഷം എപ്പഫ്രാസ് അറിയിച്ചതിന്റെ ഫലമായി അവിടെ കൊലോസ്യയിലും ഹിറാപോലിസിലും ദൈവസഭ രൂപാന്തരപ്പെടുവാനായിട്ടിടയായി മാറി. 19-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. അങ്ങനെ കൊലോസ്യയിലും സ്ഥലസഭയുണ്ടായി, ഹിറാപോലിസിലും കൊലോസ്യയിലും. കൊലോസ്യയിൽ നിന്ന് ഏതാണ്ട് 10 കിലോമീറ്റർ മാത്രമേ ഈ ലവോദിക്യ എന്ന് പറയുന്ന സ്ഥലത്തിന് ദൂരമുള്ളൂ. കൊലോസ്യയിൽ നിന്ന് 10 കിലോമീറ്റർ മാത്രം ദൂരെ മാറി നിൽക്കുന്നു ഈ ലവോദിക്യ സഭ. നമുക്ക് കൊലോസ്യ ലേഖനം 4-ാം അധ്യായം നോക്കാം. അവിടെ ഈ ലവോദിക്കയെ കുറിച്ച് പരാമർശം കിട്ടുന്നു. കൊലോസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 12-13 വാക്യം. കൊലോഷ്യൻസ് ചാപ്റ്റർ 4 4-ാം അധ്യായം 12-13 വാക്യം. അവിടെ പൗലോസ് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതി, നിങ്ങളിൽ ഒരുത്തനായ ക്രിസ്തുയേശുവിന്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങൾക്ക് വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിന് അവർ പ്രാർത്ഥനകൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു.
ഈ എപ്പഫ്രാസിന്റെ ഫലമായിട്ടാണ് ലൈക്കസ് നദീതടത്തിൽ ശുശ്രൂഷിച്ചതിന്റെ ഫലമായി കൊലോസ്യ, ഹിറാപ്പോലിസ് സഭകൾ ഉണ്ടായത്. അതിന്റെ അടുക്കൽ രൂപാന്തരപ്പെട്ട ഈ സ്ഥലസഭയും അവരുടെ പ്രവർത്തനം മൂലം ഉണ്ടായതാണ് എന്ന് കരുതപ്പെടുന്നു. ഇനി നമുക്ക് താഴോട്ട് വായിക്കാം. 13-ാം വാക്യം. നിങ്ങൾക്കും ലവോദിക്കക്കാർക്കും ഹിയറാപ്പോലിസിലും വേണ്ടി അവൻ വളരെ പ്രയാസപ്പെടുന്നു എന്നുള്ളതിന് ഞാൻ സാക്ഷി. വൈദ്യനായ പ്രിയ ലൂക്കോസും ദേമാസും നിങ്ങൾക്ക് വന്ദനം ചെയ്യുന്നു. ലവോദിക്കയിലെ സഹോദരന്മാർക്കും നൂഫയ്ക്കും അവളുടെ വീട്ടിലെ സഭയ്ക്കും വന്ദനം ചെല്ലുവേൻ. നിങ്ങളുടെ ഇടയിൽ ഈ ലേഖനം വായിച്ചു തീർന്ന ശേഷം ലവോദിക്ക സഭയിൽ കൂടെ വായിപ്പിക്കുകയും ലവോദിക്ക സഭയിൽ നിന്നുള്ളത് നിങ്ങളും വായിക്കുകയും ചെയ്യുവേൻ. സംശയം തോന്നുന്നു, ദൈവസഭയിൽ നമുക്ക് നൽകപ്പെട്ട ലേഖനങ്ങളിൽ ലവോദിക്ക ലേഖനം കാണുന്നില്ലേ? എന്നാൽ ലവോദിക്ക ലേഖനം എന്ന് പറയുന്നത് ദൈവദാസന്മാർ വിശ്വസിക്കുന്നത് എഫേസ ലേഖനം ആണെന്നാണ്. അതിന്റെ പുറകിൽ ഒരു പഠനമുണ്ട്. ആ പഠനം ഞാൻ എടുക്കുന്നില്ല. ഇവിടെ ലവോദിക്ക ലേഖനം എന്ന് പറയുന്നത് പൗലോസോടെ എഴുതി അയച്ച ലേഖനം നിങ്ങൾക്ക് വായിച്ചിട്ട് അത് കൊലോസ്യയിലും വായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ ഈ ലേഖനം എഫെസോ സഭയ്ക്ക് എഴുതപ്പെട്ട നമ്മൾ വായിക്കുന്ന ലേഖനമാണെന്ന് വിശ്വസിക്കുന്നു, കരുതപ്പെടുന്നു. എന്നാൽ അവിടെ 16-ാം വാക്യത്തിന്റെ അവസാനത്തില് അർഹിപ്പോസിനോട് കർത്താവിൽ ലഭിച്ച ശുശ്രൂഷ നിവർത്തിക്കണം, നോക്കണം എന്ന് പറയുവേൻ. എന്തുകൊണ്ടാണ് ഇത് രേഖപ്പെടുത്തിയത്? ഇവിടെ വായിക്കുന്ന അർഹിപ്പോസ് എന്ന് പറയുന്ന ആള് ലവോദിക്ക സഭയുടെ ശുശ്രൂഷകനായിരുന്നു, ദൂതറിയിക്കുന്നവനായിരുന്നു, സഭയുടെ എൽഡറായിരുന്നു, സഭയെ നയിക്കുന്ന വ്യക്തിയായിരുന്നു. എന്നാൽ ആ മനുഷ്യൻ ശുശ്രൂഷയിൽ ലാഘവബുദ്ധി കാണിച്ചപ്പോൾ, വളരെ റിലാക്സേഷൻ എടുത്തപ്പോഴാണ് പൗലോസ് ശക്തമായിട്ട് എഴുതിയത് അർഹിപ്പോസിനോട് കർത്താവിൽ ലഭിച്ച ശുശ്രൂഷ നിവർത്തിക്കാൻ നോക്കണം എന്ന് പറയുന്നത്. സഭ മുന്നോട്ട് കടന്നുപോയി. ഈ വായിച്ചിരിക്കുന്ന അർഹിപ്പോസ് തന്റെ ശുശ്രൂഷ പൂർണ്ണമായി തികച്ചില്ല എന്ന് കരുതുവാനാണ് എല്ലാ ന്യായവും. 34 വർഷം കഴിഞ്ഞു. 34 വർഷം കഴിഞ്ഞപ്പോൾ ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു ആ സഭയ്ക്ക് എഴുതുന്ന ലേഖനമാണ് നമ്മളിപ്പോൾ വെളിപാട് പുസ്തകത്തിൽ വായിച്ച ലവോദിക്ക സഭയ്ക്കുള്ള ദൂത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം നമുക്ക് ഗ്രഹിപ്പാൻ കഴിയുന്നു. എന്താണെന്ന് ചോദിച്ചാൽ, സഭയുടെ ശുശ്രൂഷകളുടെ ലാഘവമാണ് ദൈവസഭ അയഞ്ഞു പോകുവാൻ കാരണമാകുന്നത്. ഉപദേശത്തിലും വചനത്തിലും ദൈവസഭയെ പഠിപ്പിക്കുന്നത് അയഞ്ഞു തുടങ്ങുമ്പോൾ ദൈവസഭയും ആ കാര്യത്തിൽ അയഞ്ഞു തുടങ്ങും. ഇത് കഴിഞ്ഞ ദിവസം ശക്തമായി എന്റെ ഹൃദയത്തിൽ കടന്നു വരികയുണ്ടായി. ഞാൻ 1-2 വാക്യം കൂടെ ഒന്ന് ചൂണ്ടിക്കാണിച്ചോട്ടെ. എഫെസോ സഭയോട് പൗലോസ് എഴുതുമ്പോൾ ഒരു കാര്യം അവിടെ വ്യക്തമായി രേഖപ്പെടുത്തുന്നുണ്ട്. ദൈവസഭ എബ്രായ ലേഖനത്തിലും യാക്കോബ് ലേഖനത്തിലും ഒക്കെ എഴുതുമ്പോൾ വിശ്വാസ പ്രമാണങ്ങൾ വേവറിംഗ് ഇല്ലാത്തവരായി, അചഞ്ചലരായി പത്യോപദേശം പിടിച്ചുകൊള്ളണം. യു ഷുഡ് ഹോൾഡ് ഫാസ്റ്റ് ദ സൗണ്ട് ഡോക്ട്രിൻ. അവിടെ എബ്രായ ലേഖനത്തിൽ രേഖപ്പെടുത്തുമ്പോൾ വേവറിംഗ് ആയി പോകരുത്, ചലിച്ചു പോകരുത് എന്ന് പറയുന്നു. ഉറച്ചു നിൽക്കണം. ദൈവസഭ ആ വിധത്തിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ എഫേസ്യ ലേഖനം 4-ാം അധ്യായം എടുത്താൽ 4-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം നോക്കി, അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുടലുന്ന ശിശുക്കളായിരിക്കാതെ, അങ്ങനെ നാം ഇനിയും വേവറി ചെയ്യാൻ പാടില്ല, ഉപദേശത്തിൽ ചലിച്ചു പോകുവാൻ പാടില്ല. എങ്ങനെ? അങ്ങനെ നാം ഉപദേശത്തിൽ ചലനമില്ലാത്തവരായി മാറണം. അതെങ്ങനെ സാധിക്കും? പൗലോസോടെ അങ്ങനെ എന്ന് പറയുമ്പോൾ അതിന് മുകളിലുള്ള വാക്യങ്ങൾ 11 തൊട്ട് 13 വരെ വായിക്കുമ്പോൾ യേശുക്രിസ്തു ദൈവസഭയ്ക്ക് ശുശ്രൂഷിപ്പാൻ ശുശ്രൂഷകന്മാരെ നൽകുന്നു. അവൻ ചിലരെ അപ്പോസ്തലന്മാരായി, ചിലരെ പ്രവാചകന്മാരായി, ചിലരെ സുവിശേഷകന്മാരായി, ചിലരെ ഇടയന്മാരായി, ചിലരെ ഉപദേഷ്ടാക്കന്മാരായി ദൈവസഭയ്ക്ക് ആവശ്യമുള്ള ശുശ്രൂഷകന്മാരെ കൊടുക്കുന്നു. അവരുടെ ശുശ്രൂഷ മൂലം ദൈവസഭ ഐക്യത്തിൽ തികയണം, പുരുഷത്വം പ്രാപിക്കണം, യഥാസ്ഥാനം സംഭവിക്കണം, ശരീരത്തിന് ആത്മീയവർദ്ധന വരുത്തണം, ദൈവസഭ ഉറക്കണം വചനത്തിൽ. എന്നിട്ട് അങ്ങനെ അവർ യാതൊരു ഉപദേശത്താലും ചലിക്കാൻ പാടില്ല. ദൈവസഭ ശക്തമായി ഉറച്ചു നിൽക്കണം. അത് ശുശ്രൂഷയുടെ ഫലമാണ്, ദൈവസഭയുടെ ശുശ്രൂഷയുടെ ഫലമാണ്. ഒന്നുകൂടെ തിമത്യോസിന്റെ ലേഖനം ഒന്നെടുക്കാം. 1 തിമത്യോസ് 4-ാം അധ്യായം. അന്ത്യകാലത്തിൽ വിശ്വാസ പ്രമാണങ്ങൾ ത്യജിക്കുമെന്ന് പൗലോസ് രേഖപ്പെടുത്തുമ്പോൾ തിമത്യോസിനോട് ആവശ്യപ്പെട്ടു. 1 തിമത്യോസ്
4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. ഇത് സഹോദരന്മാരെ ഗ്രഹിപ്പിച്ചാൽ നീ അനുസരിച്ച വിശ്വാസത്തിന്റെ സദുപദേശത്തിന്റെ വചനത്താൽ പോഷണം ലഭിച്ച് ക്രിസ്തുവിന് നല്ല ശുശ്രൂഷക്കാരനാകും. ഇത് സഹോദരന്മാരെ ഗ്രഹിപ്പിച്ചാൽ നീ അനുസരിച്ച വിശ്വാസത്തിന്റെയും വേർഡ് ഓഫ് ഫെയ്ത്ത്, സദുപദേശത്തിന്റെയും ആൻഡ് ഓഫ് ഗുഡ് ഡോക്ട്രിൻ. വേർഡ് ഓഫ് ഫെയ്ത്ത് ആൻഡ് ഓഫ് ഗുഡ് ഡോക്ട്രിൻ. നീ ഇത് സഹോദരന്മാരെ പഠിപ്പിച്ചാൽ, നിനക്ക് ലഭിച്ചതുപോലെ നീ അവരെ പഠിപ്പിച്ചാൽ നീ ക്രിസ്തുവിന്റെ നല്ല ശുശ്രൂഷക്കാരനാകും. എങ്ങനെയാണ് തിമത്തിയോസിന് ലഭിച്ചത്? 2 തിമത്തിയോസ് 3-ാം അധ്യായത്തിന്റെ 14-15 വാക്യം നോക്കുകയും അതിന്റെ നീയോ ഇന്നവരോട് പഠിച്ചു എന്നോർക്കുകയും. ആ വാക്യം നോക്കിയേ, 2 തിമത്തിയോസ് 3:14. നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തുയേശുവിനുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിഞ്ഞ് ചെയ്യുന്നത് കൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. പഠിച്ചു നിശ്ചയം പ്രാപിച്ചു. നീ പഠിച്ചു നിശ്ചയം പ്രാപിച്ചു. നീ ഇന്നവരോട് പഠിച്ചു, അവരോട് നീ പഠിച്ച് നിശ്ചയം പ്രാപിച്ചു. നീ പഠിച്ച് നിശ്ചയം പ്രാപിച്ചത് നീ സഹോദരന്മാരെ പഠിപ്പിച്ചാൽ, അവരെ വിശ്വാസത്തിന്റെയും സദുപദേശത്തിന്റെ വചനത്തിന് നീ പോഷണം കൊടുത്താൽ നീ ക്രിസ്തുവിന്റെ നല്ലൊരു വേലക്കാരനായി തീരും. കാലം അതിന്റെ അന്ത്യത്തിൽ വരുമ്പോൾ വിശുദ്ധ പൗലോസ് ഓർപ്പിച്ചിരിക്കുന്നു, വ്യക്തമായി വിശ്വാസം ത്യജിക്കും, ഉപദേശങ്ങൾ വിട്ടുകളയും, വിശുദ്ധന്മാർ അലഞ്ഞു തുടങ്ങും, അവർ വേവറ് ചെയ്യും, അവർ ഉറച്ചു നിൽക്കാതെ വരും. അതിന്റെ പ്രധാന കാരണം എന്താണെന്നറിയാമോ? സഭയ്ക്ക് സദുപദേശം, ഡോക്ട്രിൻ, സൗണ്ട് ഡോക്ട്രിൻ, അതുപോലെ തന്നെ വിശ്വാസത്തിന്റെ വചനം പഠിപ്പിക്കുന്നില്ലേ. ഞായറാഴ്ച വന്ന് ഒരു 3/4 മണിക്കൂർ ഒരു മിനിസ്റ്റർ ചെയ്ത് പോകുന്നതല്ല ഈ പഠിപ്പിക്കുക എന്ന് പറയുന്നത്. ടീച്ചിങ് ആൻഡ് പ്രീച്ചിങ് ഈസ് ഡിഫറെന്റ്. പഠിപ്പിക്കുന്നതും ഉപദേശിക്കുന്നതും പ്രബോധിപ്പിക്കുന്നതും ഒക്കെ വ്യത്യാസമാണ്. ടീച്ചിങ്, ആ ഡോക്ട്രിൻ പഠിപ്പിച്ചെടുക്കുകയാണ്. ഒന്നാമത് അങ്ങനെയുള്ള പഠിപ്പീര് വന്നാൽ സഭയിൽ വന്ന് കേൾപ്പാൻ യൗവനക്കാർക്കും മറ്റും താല്പര്യമില്ല. ഡോക്ട്രിൻസ് പഠിപ്പിക്കുമ്പോൾ, ഉപദേശം പഠിപ്പിക്കുമ്പോൾ ദൈവസഭയിലുള്ള വ്യക്തികൾ കടന്നു വന്നത് പഠിക്കുന്നില്ലേ? പഠിക്കാതെ വരുന്നതിന്റെ ഫലമായി നോക്കുക, അതും ഇത് കാണുമ്പോൾ വചനത്തിൽ രേഖപ്പെടുത്തിയ പോലെ വേവറ് ചെയ്യുവാൻ തുടങ്ങും. കരിസ്മറ്റിസിസം ഇതുപോലുള്ള കാറ്റുകൾ അടിക്കുമ്പോൾ ഓട പോലെ ചലിക്കുവാൻ തുടങ്ങും. എന്നാൽ ഇവിടെ പറഞ്ഞ പോലെ ഈ വചനത്തിലും സദുപദേശത്തിലും ഡോക്ട്രിനിലും പഠിച്ച് നിശ്ചയം പ്രാപിച്ചതിൽ അചഞ്ചലമായി നിൽക്കുവാൻ സാധിക്കും ദൈവജനത്തിന്. അതിന് ഉപദേശം പഠിക്കേണ്ടത് ആവശ്യമാണ്, സഭയിൽ പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് ലവോദിക്കയുടെ സഭയുടെ ദൂത് എഴുതുമ്പോൾ ഞാൻ ഓർപ്പിക്കട്ടെ, ആ സഭ ഈ വിധത്തിൽ വളരെ രാഗബുദ്ധിയോടെ കടന്നുപോയത് ആയിത്തീർന്നത് അതിൻ്റെ പ്രധാന കാരണം നമ്മൾ ഓർത്തതുപോലെ അതിൻ്റെ ശുശ്രൂഷകൻ ലാഘബുദ്ധിയുള്ളവനായി 34 വർഷം കഴിഞ്ഞപ്പോൾ ആ സഭ അതിൻ്റെ വാതിലുകൾ രക്ഷിക്കപ്പെട്ടവർക്കും രക്ഷിക്കപ്പെടാത്തവർക്കും വേണ്ടി തുറന്നിട്ട് കൊടുത്തതിൻ്റെ ഫലമായി അതിൻ്റെ ഡിസിപ്ലിനോ അതിൻ്റെ ഡോക്ട്രിൻ സൂക്ഷിക്കുന്ന കാര്യങ്ങളോ അവർക്ക് നോക്കാൻ കഴിയാതെ വന്നതിൻ്റെ ഫലമായി ആ സഭ മന്ദോഷ്ണസ്ഥിതിയിലേക്ക് മാറിപ്പോയി. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ വരുമ്പോൾ നിന്നെ ഞാൻ തുപ്പിക്കളയും. വളരെ ഭയത്തോടുകൂടെ ഓർക്കേണ്ട വളരെ ഗൗരവപൂർണമായ ഒരു ദൂതാണ് ഇതെന്നുള്ളത് ഞാൻ ഓർപ്പിക്കട്ടെ. എന്തുകൊണ്ടാണ് അവരായിത്തീർന്നെന്നുള്ളത് ഒരു കാര്യം നമ്മൾ ചിന്തിച്ചു. പ്രവചനാത്മാവിൽ കർത്താവ് പറഞ്ഞത് ഞാൻ എടുക്കുകയാണ്. രണ്ടാമത് കോംപ്ലസൻസി, തന്നെത്താൻ ഉളവാകുന്ന ഒരു സംതൃപ്തി. 17-ാം വാക്യം വായിച്ചാൽ അവിടെ വായിക്കുന്നു, ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല. ഐ ആം റിച്ച്, നീഡ് ഓഫ് നത്തിങ്. എനിക്കൊന്നിനും കുറവില്ല. തന്നെത്താൻ ഉളവായി വന്ന ഒരു കോംപ്ലസൻസി, ഒരു സംതൃപ്തി. അത് ഭൗമികമായ കാര്യത്തെക്കുറിച്ചല്ല, ആത്മിക സംതൃപ്തി. ഈ വിധത്തിൽ ആത്മിക സംതൃപ്തി ഉണ്ടായത് നമ്മൾ ഓർക്കണം, ഫിലദൽഫിയ സഭയ്ക്ക് ദൂത് കൊടുത്ത ആ വിധത്തിലുള്ളവർക്കാണ്. ഡോക്ട്രിൻ, ഉപദേശപരമായിട്ടുള്ള ഹെറസി ഈ ലവോദിക്ക സഭയോട് കർത്താവ് പറയുന്നില്ലേ? ശ്രദ്ധിച്ചു നോക്കിയേ, ദുരുപദേശങ്ങളെ കുറിച്ചൊന്നും കർത്താവോട് പറയുന്നില്ലേ? ദ്വൈതരെ കുറിച്ച് പറഞ്ഞപ്പോൾ നീ ജെസബേലിനെ വെച്ചു പുലർത്തുന്നുണ്ട്. പെർഗമോസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ
ബാലാക്കിന് ഉപദേശം കൊടുത്ത ബിലയാമിന്റെ ഉപദേശം പിടിച്ചു വെക്കുന്നവരവിടെയുണ്ട്. ഉപദേശത്തെ കൊട്ടിക്കളയുന്ന കാര്യങ്ങളും ഹെറസിയൊക്കെ അവിടെ എടുത്തു പറയുമ്പോൾ ലവോദിക്ക സഭയോട് യാതൊരു ഡോക്ട്രിനൽ ഹെറസി, ഉപദേശപരമായ തെറ്റിനെ കുറിച്ച് പറയുന്നില്ലേ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഉപദേശപരമായ കൃത്യതയിലേക്ക് അവർ വന്നവരാണ്. 2, സേറ്റനിക് പെർസിക്യൂഷൻ ഇല്ലേ? മുമ്പ് സഭയ്ക്ക് ഉപദ്രവങ്ങളും പ്രയാസങ്ങളും വന്നത് പല ദൂതുകളിലും എടുത്തു പറഞ്ഞപ്പോൾ ഈ സഭയിൽ അങ്ങനെയുള്ള ഉപദ്രവമില്ലേ? അവള് ഉപദേശപരമായിട്ടുള്ള ഹെറസിയില്ല, പ്രശ്നങ്ങളില്ല, ഉപദ്രവങ്ങളും സഭയ്ക്കില്ല. എല്ലാത്തരം ഒരു തൃപ്തിയുടെ മനോഭാവം, സുവിശേഷ പ്രവർത്തനങ്ങൾ ഉണ്ടായേക്കാം, സഭയ്ക്ക് ചട്ടക്കൂടുകളും ആരാധനയും ഒക്കെ ഉണ്ടായേക്കാം. എന്നാൽ യേശുക്രിസ്തുവിനോടുള്ള സ്നേഹം, ഹൃദയത്തിൽ അടങ്ങാത്തൊരു ചൂട്, ഒരു ദാഹം, വിശപ്പ് ഈ സഭയ്ക്കില്ലേ. അവർ തൃപ്തരായി അതിലൊട്ടും വളരുവാനോ മുന്നോട്ട് പോകുവാനോ അവർ ഉഷ്ണവാന്മാരായി മാറുവാനോ അവർ ആഗ്രഹിക്കുന്നില്ലേ. ആ വിധത്തിലുള്ള ഒരു മാനസിക നിലവാര സഭയിൽ ഡെവലപ്പ് ചെയ്തെടുത്തു. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഇന്ന് ഏറിയ പങ്കാളുകളും അങ്ങനെയല്ലേ? പ്രവചനാത്മാവിൽ യേശുക്രിസ്തു അന്ത്യകാലത്തിൽ സഭയുടെ നിലവാരത്തെക്കുറിച്ച് പറയുമ്പോൾ ഇന്ന് നാം ജീവിക്കുന്ന കാലയളവ് യേശുക്രിസ്തുവിന്റെ വരവിന് മുമ്പുള്ള കാലയളവാണെന്ന് സഭയുടെ ആത്മീയ നിലവാരം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിന് മുമ്പ് മാത്രം ഇത് കഴിഞ്ഞിട്ട് സഭയ്ക്കൊരു ദൂതില്ല. ഇത് കഴിഞ്ഞിട്ട് സ്വർഗത്തിലേക്ക് കയറി വരാനുള്ള ആഹ്വാനമാണ്. നാം ഇതിന്റെ മധ്യത്തിൽ നമ്മെ തന്നെ ചൂടുള്ളവരായി സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. മൂന്നാമത്തെ ഒരു കാര്യം, അവർ ലൂക്വമായി, നമ്മളത് ഓർത്തു, അവർ ശീതോഷ്ണവാന്മാരായി. ഒരു ദൈവദാസൻ ഈ കാര്യങ്ങളെക്കുറിച്ച് എടുത്തപ്പോൾ താനിങ്ങനെ പറഞ്ഞു, പ്രൊഫഷൻ ഈസ് വിതൗട്ട് പവർ. ശക്തിയില്ലാത്ത പ്രൊഫഷൻ. വീടുകളിൽ കൂടുന്ന സഭകളും കൂട്ടായ്മകളും കരിസ്മറ്റിസിസത്തിന്റെ കൂട്ടായ്മകൾ പോലും അവർ ഈ വിധത്തിൽ ശക്തിയുണ്ടെന്നൊക്കെ വീമ്പിളക്കുമ്പോൾ അവർക്ക് വാസ്തവത്തിൽ യേശുക്രിസ്തു പറഞ്ഞ സ്പിരിച്വൽ പവേർട്ടിയേ ഉള്ളൂ. അവർക്ക് വാസ്തവത്തിൽ ആത്മിക ധനമില്ല. യേശുക്രിസ്തുവിന്റെ ഫിലദൽഫിയ സഭയ്ക്കുണ്ടായിരുന്ന ആത്മിക ധനം ഈ വീടുകളിൽ കൂടുന്ന ഈ കൂട്ടങ്ങൾക്കോ കരിസ്മറ്റിസിസത്തിനോ ഒന്നുമില്ല. നീ ദരിദ്രനാണ്, നീ നഗ്നനാണ്, നീ അരിഷ്ടനാണ്. അവരുടെ ആത്മീയ നിലവാരത്തെ കർത്താവ് കാണിക്കുമ്പോൾ നാം ചിന്തിക്കുന്ന പോലെ ഇന്ന് കരിസ്മറ്റിസത്തിലും പുതിയ പുതിയ ലോക്കൽ സഭകൾ വീടുകളിൽ ഉയർന്നു വരുമ്പോഴും ഈ ഫിലദൽഫിയ സഭയ്ക്ക് പറഞ്ഞ ധനം, അവരുടെ ഔന്നത്യം ഈ കൂട്ടത്തിനൊന്നുമില്ല. അവരത് ക്ലെയിം ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. കാലത്തിന്റെ ലക്ഷണം മനസ്സിലാക്കി നാം മടങ്ങി വരേണ്ട കാലം അതിക്രമിച്ചു. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രവചനാത്മാവിൽ ഞാൻ ആ ഭാഗം എടുത്തു, ഞാൻ അവിടെ വിടുകയാണ്. എന്നാൽ വളരെ ഭയത്തോടുകൂടെ യേശുക്രിസ്തുവിന്റെ ഈ ദൂതുകളെ നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവ് പറഞ്ഞു 18-ാം വാക്യത്തില്, നീ ധനവാനാകുവാൻ നീ എന്നോട് വിലയ്ക്ക് വാങ്ങണം. യു ഹാവ് ടു ബൈ ഫ്രം മീ. ഇൻ അതർവൈസ് യു ഹാവ് ടു പേ എ പ്രൈസ്. ദർ ഇസ് എ കോസ്റ്റ് ഇൻവോൾവ്ഡ്. നീ കൊടുക്കേണ്ട ഒരു വിലയുണ്ട്. ആ വില എന്താണ്? അവർക്കറിയാം. നീ ധനവാനാകുവാൻ, നീ എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് പണം കൊടുത്ത് ആർക്കും ഒന്നും മേടിപ്പാൻ കഴിയില്ല. യശയ്യാപ്രവചനത്തിലൊക്കെ വായിക്കുന്നുണ്ട്, വരുവീൻ, ദ്രവ്യമില്ലാതെ വരുവീൻ, സൗജന്യമായി വാങ്ങുവീൻ എന്ന് പറയുമ്പോൾ യാതൊരു വിലയും കൊടുത്ത് ആത്മീയകാര്യം വിലയ്ക്ക് വാങ്ങുവാൻ സാധ്യമല്ല. എന്നാൽ അതിന്റെ പുറകിൽ കൊടുക്കേണ്ട ഒരു വിലയുണ്ടെന്ന് കർത്താവ് ഇവിടെ പറയുകയാണ്. ദർ ഇസ് എ പ്രൈസ്. കൊടുക്കേണ്ട ഒരു വിലയുണ്ട്. എന്താണെന്ന് അവരവർ ചിന്തിച്ചാൽ മതി, ഞാനത് വിശദീകരിക്കുന്നില്ല. എന്നാൽ അതവിടെ അവസാനിപ്പിച്ചുകൊണ്ട് 4-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം.